എടലാപുരത്ത് ചാമുണ്ഡി എന്ന തെയ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു തെയ്യം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിയാടുന്ന ഒരു പ്രധാന ആരാധനാമൂർത്തിയാണ്. അഷ്ടചാമുണ്ഡികളിൽ പ്രധാനിയായ ഈ ദേവത ശ്രീ പാർവതിയുടെ അവതാര സങ്കല്പമായിട്ടാണ് കരുതിപ്പോരുന്നത്. പണ്ടുകാലത്ത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തറവാട്ടിനകത്ത് കുടിയിരുത്തി ആരാധിച്ചു വന്നിരുന്ന ഒരു ആരാധനാ സങ്കല്പമായിരുന്നു എടലാപുരത്ത് ചാമുണ്ഡി. സ്ത്രീജന സംരക്ഷകയായ ഈ ദേവത സ്ത്രീകൾക്ക് മംഗല്യഭാഗ്യവും സന്താനഭാഗ്യവും ഗർഭരക്ഷയുമെല്ലാം നൽകുമെന്നാണ് വിശ്വാസം. എടലാപുരത്ത് ചാമുണ്ഡിയുടെ ഐതിഹ്യ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ശ്രീ പാർവതി പരമേശ്വരന്മാർ അർജുനനെ പരീക്ഷിക്കുവാനായി ഭൂമിയിൽ ചണ്ടാള വേഷത്തിൽ അവതരിക്കുന്നു. അവതാരോദ്ദേശം പൂർത്തിയാക്കിയ ശ്രീ പാർവതി പരമേശ്വരന്മാർ കൈലാസത്തിലേക്ക് മടങ്ങുന്നേരം പാർവതി ദേവിക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നു. ചണ്ടാള വേഷം ധരിച്ചപ്പോൾ മുഖത്തണിഞ്ഞിരുന്ന മുഖപ്പാള ദേവിക്ക് എടുത്തു മാറ്റാൻ കഴിയാതെ വരുന്നു. ഈ ഒരു അവസരത്തിൽ ദേവി വിഷമിക്കുന്നത് കണ്ട പരമേശ്വരൻ തൻ്റെ വലങ്കയ്യാൽ ആ മുഖപ്പാള പറിച്ചെടുത്ത് കടലിലെറിഞ്ഞു എന്നാണ് വിശ്വാസം. കടലിൽ വീണ മുഖപ്പാള വർഷങ്ങളോളം കടലിൽ ഒഴുകി നടക്കുകയും ഒടുവിലത് ഒഴുകി കുന്നരിക്ക പാലത്താൻ കടവിൽ എത്തിച്ചേർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാലത്താൻ കടവിലൂടെ ഒഴുകി നീങ്ങിയ മുഖപ്പാള അതേസമയം കരയിൽ വസ്ത്രമലക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ണാത്തി സ്ത്രീ കാണുകയും അത് എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ ആ മുഖപ്പാള ആ സ്ത്രീ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. വലിയ കണ്ണും നീണ്ട നാക്കും കൂർത്ത പല്ലുമൊക്കെയായിട്ടുള്ള ഒരു മുഖപ്പാളയായിരുന്നു അത്. ഇത് കണ്ട മാത്രയിൽ തന്നെ വണ്ണാത്തി സ്ത്രീക്ക് മനസ്സിലൊരു ഭയപ്പാടുണ്ടാവുകയും അവർ ഒട്ടും സമയം കളയാതെ ആ മുഖപ്പാള ഒരു തുണിയിൽ പൊതിഞ്ഞ് പാലത്താൻ കടവിന് തൊട്ടടുത്തുള്ള കുന്നരിക്ക തറവാട്ടിലേക്ക് കൊണ്ടുചെല്ലുകയും ചെയ്തു. ആ സമയത്ത് കുന്നരിക്ക തറവാട്ടിലുണ്ടായിരുന്ന കാരണവർ വണ്ണാത്തി സ്ത്രീയിൽ നിന്ന് ആ മുഖപ്പാള വാങ്ങുകയും അതെന്താണെന്ന് പരിശോധിക്കുകയും ചെയ്തു. ഈ മുഖപ്പാള കണ്ട മാത്രയിൽ തന്നെ കാരണവർക്ക് ഇതൊരു ദിവ്യത്വം നിറഞ്ഞ സംഗതിയാണെന്ന് ബോധ്യപ്പെട്ടു. അവർ ഉടനെ തന്നെ ആ മുഖപ്പാള തൻ്റെ തറവാട്ട് വളപ്പിനകത്തുണ്ടായിരുന്ന ഒരു എടല മരച്ചുവട്ടിൽ പ്രതിഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു. കുന്നരിക്ക കാരണവർ എടലമരത്തിന് കീഴിൽ വെച്ച ആ മുഖപ്പാള പിന്നീട് തൻ്റെ ദിവ്യത്വം വീണ്ടെടുക്കുകയും ദേവി സംപ്രീതിയായി ആ എടലമരത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ എടലമരത്തിൽ പ്രത്യക്ഷയായ ആ ദേവിയെ എടലാപുരത്ത് ചാമുണ്ഡി എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടു. പിൽക്കാലത്ത് എടലമരത്തിൽ നിന്ന് പറന്നുപോയ മുഖപ്പാള കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെത്തുകയും മുഖപ്പാള പറന്നു വീണ ഇടങ്ങളിലെല്ലാം സ്ഥാനം നേടുകയും ചെയ്തു. എടലാപുരത്ത് ചാമുണ്ഡി, ഇളയിടത്തു ഭഗവതി, ഈറ്റില്ലം ഭഗവതി എന്ന പേരുകളിലെല്ലാം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ആ തെയ്യത്തെ കെട്ടിയാടിച്ചു വരുന്നു. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടിക്കുന്നത്. സപ്തമാതൃ സങ്കല്പം തൻ്റെ മുഖപ്പാളയിൽ പേറുന്ന ഈ ദേവത അതീവ പ്രാധാന്യമുള്ള മൂർത്തിയാണ്. സ്ത്രീജനങ്ങളുടെ ഇഷ്ടദേവതയായ ഈ മൂർത്തിയെ കാണാൻ ഈ തെയ്യം കെട്ടിയാടുന്ന വേളകളിലെല്ലാം സ്ത്രീജനങ്ങളുടെ അപൂർവമായ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. അനേകം അനുഭവ കഥകൾ ഈ തെയ്യവുമായി സംബന്ധിച്ച് പറയാനുണ്ട്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതൊക്കെ പരിചയപ്പെടാം.